ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് 10th ലെവൽ പ്രിലിംസ് 2021 നടന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ 20 എണ്ണം നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, തുടങ്ങാം. കേരള സർക്കാരിൻ്റെ 2020 സ്വാതി പുരസ്കാരം നേടിയത് ആരാണ്? ക്വസ്റ്റ്യൻ ഇതാണ്. കേരള സർക്കാരിൻ്റെ 2020 സ്വാതി പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം ഡോക്ടർ എൽ സുബ്രഹ്മണ്യം. ഓപ്ഷൻ ഡി, ഡോക്ടർ എൽ സുബ്രഹ്മണ്യമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇത് നേടിയത്. ഓക്കെ, ഇതാണ് 2020 സ്വാതി പുരസ്കാരം നേടിയത് ഡോക്ടർ എൽ സുബ്രഹ്മണ്യമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, മനസ്സിലായില്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായ സച്ചി 2020 ജൂൺ 18 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേരെന്താണ്? ആ സമയത്തുള്ള ഒട്ടുമിക്ക ക്വസ്റ്റ്യനുകളിലും ഈ ചോദ്യം ഉണ്ടായിരുന്നു. സച്ചി മരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേരിനെക്കുറിച്ച് ആർ കെ സച്ചിദാനന്ദൻ, കെ എസ് സച്ചിദാനന്ദൻ, കെ ആർ സച്ചിദാനന്ദൻ, എസ് കെ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ള ഉത്തരം എന്നാണ് കെ ആർ സച്ചിദാനന്ദൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരിയായിട്ടുള്ള പേരെന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി കെ ആർ സച്ചിദാനന്ദൻ എന്നായിരുന്നു. ഇദ്ദേഹം ഏത് സിനിമേൻ്റെ സംവിധായകൻ എന്ന് വെച്ചാൽ നമ്മുടെ അയ്യപ്പനും കോശിയും, പൃഥ്വിരാജും ബിജു മേനോനും കൂടി അഭിനയിച്ച അയ്യപ്പനും കോശിയും സിനിമയുടെ സംവിധായകൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3, കോട്ടയത്തെ കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാനായി നിയമിതനായത് ആരാണ്? ഓക്കെ, അടുത്തിടെ നിയമിതനായത് ഓപ്ഷൻ സി അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു. ആരാണ്? ഓപ്ഷൻ സി അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു കോട്ടയത്തെ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാനായി നിയമിതനായത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4, കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് എവിടെയായിരുന്നു? ഓപ്ഷൻ ഡി അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചായിരുന്നു ആദ്യത്തെ ബീച്ച് എന്ന് പറയുന്നത്. എന്താണ്? കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്. അങ്ങനെ തന്നെ പഠിക്കണം, പൈതൃക ബീച്ച്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5, തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ രാജകുടുംബത്തിൻ്റെ അവകാശം അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധിയിൽ. കണ്ടോ, ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ തരുന്നില്ല. അതുകൊണ്ട് തന്നെ PSC ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആ 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? PSC ക്യാൻസൽ ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 6, 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 6 എന്നാണ്. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? അചൽ മിശ്ര. ഓപ്ഷൻ എ അചൽ മിശ്രയായിരുന്നു എന്ത് ചെയ്തത്? തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7, ദേശീയ യുവജന ദിന ആഘോഷത്തിൻ്റെ എന്നാണ്? ദേശീയ യുവജന ദിനം ജനുവരി 12. അതിൻ്റെ ഭാഗമായി 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെയാണ്? നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെയായിരുന്നു? അതായത് ക്വസ്റ്റ്യൻ എവിടെയാണ്? ലക്നൗ. ഓപ്ഷൻ എ ലക്നൗവിലായിരുന്നു സംഘടിപ്പിച്ചത്. 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് ലക്നൗവിലായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 8, 2020 രാജ്യാന്തര യോഗാ ദിനത്തിന് വേദിയായ സ്ഥലം എവിടെയായിരുന്നു എന്നാണ്? 2020 രാജ്യാന്തര യോഗാ ദിനത്തിന് വേദിയായ സ്ഥലം എവിടെയായിരുന്നു? ഓപ്ഷൻ ബി ലേയിലായിരുന്നു. ഓപ്ഷൻ ബി ലേയിലായിരുന്നു. എങ്കിൽ 2024 എവിടെ വെച്ചായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നത് എവിടെയാണ്? എന്താണ്? നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നത് എവിടെയാണ്? വേൾഡ് ബുക്ക് ഫെയർ നടന്നത് എവിടെയാണെന്നാണ്? ഓപ്ഷൻ ബി ന്യൂഡൽഹിയിലായിരുന്നു നടന്നത്. ഓപ്ഷൻ ബി ന്യൂഡൽഹിയിലാണ് നടന്നത്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി ആരായിരുന്നു? 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി ആരായിരുന്നു എന്നാണ് ചോദ്യം. ആരായിരുന്നു? കൃതിക് പാണ്ഡെ. ഓപ്ഷൻ ഡി കൃതിക് പാണ്ഡെ ആയിരുന്നു ആ ഒരു സാഹിത്യകാരി എന്ന് പറയുന്നത്. പുരസ്കാരം കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ് എന്നാണ്? ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ബ്രസീലാണ് കേട്ടോ. ഓപ്ഷൻ എ ബ്രസീലാണ് ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം എന്ന് പറയുന്നത്. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ ജോഗ്രഫി എന്നാണ്. ബേസായിട്ട് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണിത്. ഓക്കെ, ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ്? ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ്? ഓപ്ഷൻ ബി ആണ്. എത്രയാണ്? 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്തും 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്തും. 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്തും
37 ഡിഗ്രി 6 മിനിറ്റ് നോർത്തുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ് കേട്ടോ. 13ാമത്തേതാണ് ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്ന് വെച്ചാൽ അത് ഡെക്കാൻ പീഠഭൂമിയാണ്. ഈ 12ഉം 13ഒക്കെ SCERTയിൽ ഉള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14, ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലാണ്. ഓപ്ഷൻ ബി കൊടൈക്കനാലാണ് ഹിൽ സ്റ്റേഷനുകളുടെ അറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 15, ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത്? ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത്? ഉൾപ്പെടാത്തതാണ്, പെട്ടതല്ല, പെടാത്തത്. ഏതാണ്? ഓപ്ഷൻ സി നർമ്മദയാണ്. അപ്പോൾ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? കൃഷ്ണ, കാവേരി, മഹാനദി ഇതൊക്കെ ഉൾപ്പെടുന്നു. നർമ്മദ എന്തല്ല? ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്നത് അല്ല. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് ഏതാണ്? ലേ എയർപോർട്ട്. ഇത് ഏത് നദിയുടെ തീരത്താണ് എന്നാണ് ചോദ്യം. എവിടെയായിരുന്നു? സിന്ധു നദിയുടെ തീരത്ത്. ഓപ്ഷൻ സി സിന്ധു നദിയാണ്. സിന്ധു നദിയുടെ തീരത്തായിരുന്നു. അടുത്ത 17, മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് എടുത്തതാണ്? മൺസൂൺ എന്ന വാക്ക് എവിടെ നിന്നാണ് എടുത്തത്? അറബി ഭാഷയിൽ നിന്നായിരുന്നു. എവിടെ നിന്നാണ്? അറബി ഭാഷയിൽ. ഇത് SCERT കണ്ടൻറ്റാണ്. അപ്പോൾ SCERTയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നില്ലേ? SCERT പഠിച്ചാൽ തന്നെ നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുമെന്നാണ്. ഓക്കെ, അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ, കാൽ ബൈശാഖി എന്നാൽ എന്താണ്? അല്ലെങ്കിൽ എന്നത് എന്താണ്? കാൽ ബൈശാഖി എന്ന് പറയുന്നത് എന്താണ്? ഉത്സവവും നൃത്തവും ഒന്നുമല്ല, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തതാണ്. പുതിയതായിട്ടുള്ള ഒരാളെ എക്സ്പെക്റ്റ് ചെയ്യാത്ത സാധനമാണ്. എന്താണ്? കാറ്റാണ് കാൽ ബൈശാഖി എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയേ, അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? അസമിലെ കാസിരംഗ ദേശീയോദ്യാനം. അപ്പോൾ കാസിരംഗ ദേശീയോദ്യാനം എവിടെയാണ്? അസമിലാണ്. അത് ഏത് മൃഗത്തിനാണ് പ്രസിദ്ധം എന്ന് വെച്ചാൽ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഓപ്ഷൻ ബി ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതാണ്? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഏതാണ്? കാഞ്ചൻജംഗ ദേശീയോദ്യാനം. ഓപ്ഷൻ ബി കാഞ്ചൻജംഗ ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം എന്ന് പറയുന്നത്. കാഞ്ചൻജംഗ ദേശീയോദ്യാനം. ഓക്കെ, 20 ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യത്തെ 20 ക്വസ്റ്റ്യനാണ് നമ്മൾ പഠിച്ചത്. ഒന്നും കൂടി വായിച്ചു പോകാം. കേരള സർക്കാരിൻ്റെ 2020 സ്വാതി പുരസ്കാരം നേടിയത് ആരാണ്? ഡോക്ടർ എൽ സുബ്രഹ്മണ്യം. പ്രശസ്ത തിരക്കഥാകൃത്തും സംവിധായകനുമായ സച്ചി 2020 ജൂൺ 8 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേരെന്താണ്? എന്നാണ്? KR സച്ചിദാനന്ദൻ. KR സച്ചിദാനന്ദനാണ്. അയ്യപ്പനും കോശിയും സിനിമയുടെ സംവിധായകനാണ്. കോട്ടയത്തെ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാനായി നിയമിതനായത് ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് എവിടെയാണ്? അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ് പൈതൃക ബീച്ച്. അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു നമ്മൾ പറഞ്ഞു. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അചൽ മിശ്രയാണ്. ദേശീയ യുവജന ദിനം എന്നാണ് ജനുവരി 12. അതിൻ്റെ ഭാഗമായി 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെയാണ്? ലക്നൗവിലായിരുന്നു സംഘടിപ്പിച്ചത്. ലക്നൗവിലാണ് സംഘടിപ്പിച്ചത്. 2020 രാജ്യാന്തര യോഗാ ദിനത്തിന് വേദിയായ സ്ഥലം ഏതാണ്? ലേ. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ, നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലായിരുന്നു. 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി ആരായിരുന്നു? കൃതിക് പാണ്ഡെ. അത് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ബ്രസീൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയായിരുന്നു? 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്താണ്. ഓക്കെ, അതെങ്ങനെ ഓർമ്മിക്കാം? 8ഉം 4ഉം, 8ൻ്റെ പകുതി 4. അപ്പോൾ 37ഉം 6ഉം എങ്ങനെയാണ്? 6ൻ്റെ സ്ക്വയർ 36ആണ്, പ്ലസ് 1 37. അങ്ങനെയാണ് ഞാൻ പഠിച്ചു വച്ചേക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ, ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? കൊടൈക്കനാലാണ്. അടുത്ത, ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത്? നർമ്മദ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ എയർപോർട്ട് ഏത് നദിക്കരയിലാണ്? എവിടെയാണ്? സിന്ധു നദിക്കരയിലാണ്. മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്ന് എടുത്തതാണ്? എവിടെയാണ്? ലാറ്റിൻ ഭാഷയാണോ? അല്ല. സംസ്കൃതമാണോ? അല്ല. എവിടെയാണ്? അറബി. നമ്മൾ ഏറ്റവും കൂടുതൽ ലാറ്റിൻ എന്നല്ലേ പഠിച്ചിട്ടുള്ളത്, പക്ഷേ അല്ല. ഇവിടെ മൺസൂൺ എന്ന വാക്ക് അറബി വാക്കാണ് കേട്ടോ. കാൽ ബൈശാഖി എന്നത് എന്താണ്?
കാറ്റാണ്. അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? എവിടെയാണ്? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഒറ്റക്കൊമ്പൻ, മറ്റേ ഫ്രണ്ടിലൊരു കൊച്ചു കൊമ്പുമായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു മൃഗത്തിനെ കണ്ടിട്ടില്ലേ? ടി വിയിലൊക്കെ നമ്മൾ കാണുന്ന അതാണ് സാധനം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏതാണ്? കാഞ്ചൻജംഗ ദേശീയോദ്യാനമാണ്. കാഞ്ചൻജംഗ ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ട ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ SCRTയുടെ ഇമ്പോർട്ടൻസും നമുക്കിപ്പോൾ 20 ക്വസ്റ്റ്യൻ പഠിച്ചപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? മനസ്സിലാക്കി. SCRTന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുപോലെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 5 മുതൽ 10 വരെയുള്ള SCRT പുതിയതും പഴയതുമായിട്ടുള്ളതെല്ലാം നമ്മൾ പക്കയായി പഠിച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ട് മാത്രമേ മറ്റുള്ളത് പഠിക്കാവൂ. ഓക്കെ, ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ 20 ക്വസ്റ്റ്യൻ വീതം നമ്മൾ എന്ത് ചെയ്യും? ഓരോ ദിവസം പഠിച്ചു തീർക്കും. അപ്പോൾ അടുത്ത് വരുന്ന VFAക്കും അതുപോലെ ബെവ്കോ LDക്കൊക്കെ വേണ്ടി ഇത് ഒരുപാട് പ്രയോജനപ്പെടും. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്